ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മുടെ പുതിയ CM കൊണ്ടുവന്ന ഒരു നിയമം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനാണ്. കാരണം നമ്മളെ വേറൊന്നുമല്ല, ആർത്തവ സംബന്ധമായി പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ 3 ദിവസം ലീവ് കൊടുത്ത CM-ന് ആദ്യം ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് താങ്ക്സ്. കാരണം എന്ന് വെച്ചാല് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇത്. കാരണം ആ ഒരു ദിവസം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഇറിറ്റേഷൻസ് ഇല്ലേ, ഒരാൾക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ആ വേദന ആയിക്കോട്ടെ, ഛർദി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് ആ ഒരു ടൈമിൽ നമുക്ക് വരുന്നുണ്ട് ആർത്തവ സംബന്ധമായിട്ട്. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു. സ്കൂളിൽ പോകുമ്പോൾ നമുക്കവിടെ ഇരിക്കാൻ പറ്റൂല. എനിക്കുള്ള വയറുവേദന കൊണ്ട് എനിക്കൊന്നും ഇരിക്കാൻ പറ്റാറില്ല. അത്രയും നമ്മുടെ ശരീരം കൊത്തി നോക്കിയ വേദനയോടെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകാറുള്ളത്. പിന്നെ ഇപ്പൊ നമുക്ക് കല്യാണം കഴിഞ്ഞ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആ വയറുവേദനക്ക് ഒരു ശമനം വന്നത്. അതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് എന്താ പറയാ, വയറുവേദന ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോ ഇപ്പം കൊടുത്ത ആ ഒരു ഇത് പറയാ നിയമം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഗ്രഹിച്ചൊരു നിയമം തന്നെയാണ് ഞാൻ പറയും. പിന്നെ ശ്രീലത പറഞ്ഞ കാര്യത്തിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഇത് മറച്ചു വെക്കണം. എന്തിനു മറച്ചു വെക്കണം? മറച്ചു വെക്കണം എന്ന് വെച്ചാല് നമ്മുടെ മദ്രസില് 3-ാം ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വിവരിച്ചിരുന്നത്. നമ്മുടെ മദ്രസിൽ തന്നെ നമുക്ക് 3-ാം ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് ഓരോ ക്ലാസ്സിൽ അവിടെ നിന്നാണ് അങ്ങോട്ട് ഓരോ ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ശരിക്കും കൂടുതലായി പിള്ളേർക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോ അതൊന്നും ആർക്കും അറിയാത്തതല്ല. മക്കൾക്കൊന്നും ചെറുതിലേ നമ്മളെ ഇസ്ലാമില് എല്ലാ ചെറിയ മക്കൾക്ക് ചെറുതായിട്ട് ഇതിനെക്കുറിച്ച് വിവരമുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്കൂളിൽ എത്തുമ്പോഴാണെങ്കിൽ 7th 8th എത്തുമ്പോൾ തന്നെ ഏകദേശം ആൺകുട്ടികൾക്കായും പെൺകുട്ടികൾക്കായും പ്രായപൂർത്തി എത്തുന്നതിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനു മറച്ചു വെക്കണം? ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം പിന്നെ നാട്ടുകാരറിയും വീട്ടുകാരറിയും എന്ന് വെച്ചിട്ട് പൊതിഞ്ഞു വെക്കേണ്ട ഒന്നല്ല ഇതൊന്നും. പക്ഷെ നാട്ടുകാരും വീട്ടുകാരും എങ്ങനെ അറിയാനാ? നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ബേസ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് മാത്രമല്ലേ ഇപ്പൊ അറിയണ്ടാവുള്ളൂ. നമുക്ക് അഥവാ അങ്ങനെ ഒരു നിയമം വന്നത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ടീച്ചറെ ഇൻഫോം ചെയ്യാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ആ ഒരു തരത്തിലേക്കല്ലേ എത്തുന്നുള്ളൂ. അപ്പൊ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? നാട്ടുകാരുടെ വീട്ടുകാർ ഭയങ്കര നാണക്കേടായിരുന്നു ഈ ഒരു സംഭവത്തെ. വലിയൊരു സംഭവം തന്നെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെന്താ പറയാ, ആ ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന മൂഡ് സ്വിങ്സ്, അതുപോലെ പല തരത്തിലുള്ള പ്രയാസങ്ങള്, നമുക്കൊന്ന് ആരോടും സംസാരിക്കാൻ തോന്നൂല, ഒന്ന് പൊട്ടിച്ചിരിക്കാൻ വരെ നമുക്ക് പറ്റാത്തൊരവസ്ഥ. അതൊന്നും ആരോടും പറയാൻ കഴിയില്ല. ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ഉണ്ടാവും നമുക്ക്. അതുപോലെ ആൻസൈറ്റി ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു ആർത്തവ സംബന്ധമായിട്ട് നമുക്ക് വരുന്നുള്ളത്. അതൊന്നും ഒരിക്കലും ഒരു പുരുഷനെ സംബന്ധിച്ചോളം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എത്രത്തോളം അത് മനസ്സിലാക്കി ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോ ഇത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. CM ഞാനൊക്കെ ചെറുതിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം ഇപ്പൊ നടത്തി തന്നതിന് ഇനി വരും തലമുറകൾക്ക് അതൊരു ആശ്വാസം ആവട്ടെ. എനിക്കും 2 പെൺമക്കളാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിലും അവർ ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പം അവർക്കും ഒരു ആശ്വാസമാവും എന്തായാലും. അതിൽ ഞാൻ പ്രൗഡ് കൊള്ളുന്നു കേരളത്തിൽ ജനിച്ചതില്. അപ്പം നമ്മുടെ ശ്രീലത പറഞ്ഞത് ഈ ഒരു കാര്യം തീരെ യോജിക്കാൻ പറ്റുന്നില്ല. മറച്ചു വെക്കേണ്ട, സ്ത്രീകൾ അത് മറച്ചു വെച്ച് നടക്കണം എന്നാ പറയുന്നുള്ളത്. എന്തിനു മറച്ചു വെക്കണം? ഈ ഒരു പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്നുള്ളത്. ഇതൊരു സ്ത്രീക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല. ഇതുള്ളതുകൊണ്ടല്ലേ ഒരു സ്ത്രീ അമ്മയാവുന്നത്, പൂർണ്ണതയുള്ള ഒരു സ്ത്രീ ആയി മാറുന്നത് ഈ ഒരു പീരീഡ് സമയം ഉള്ളപ്പോൾ തന്നെയാണ്. അപ്പോൾ ശ്രീലത ചേച്ചിക്ക് വേണ്ടെങ്കിൽ ശ്രീലത ചേച്ചിന്റെ ഫാമിലിയും ശ്രീലത ചേച്ചി ഈ ഒരു ആനുകൂല്യം ഉപയോഗിക്കണം എന്നില്ല. നമുക്ക് എന്തായാലും ഇത് അത്യാവശ്യമായിരുന്നു. CM-ന് ഒരു വലിയ ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.